പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയപ്പെടുന്ന ഒരു കാര്യത്തെ എങ്ങനെ അതിന്റെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതിനുവേണ്ടി 2 സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഒന്നാമതായിട്ട് വെർബിനെ പിരിച്ചെഴുതുക എന്നതായിരുന്നു. വെർബ് അതിന്റെ അകത്ത് യെസ് ഉള്ള വെർബാണ് എങ്കിൽ ഡസ് നോട്ട് എന്നതിന്റെ മുമ്പ് ചേർത്ത് കൊടുക്കുക. യെസ് ഇല്ലാത്ത വെർബാണ് എങ്കിൽ ഡു നോട്ട് എന്നതിന്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് അതിനെ ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് മാറ്റാനും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനും 2 സ്റ്റെപ്പാണുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ആ വാചകത്തിലെ വെർബിനെ എടുക്കുക, ആ വെർബിനെ പിരിച്ചെഴുതുക. ഉദാഹരണത്തിന് പ്ലേ എന്ന് പറയുന്ന വെർബാണ് എങ്കിൽ അതിനെ പിരിച്ചെഴുതുമ്പോൾ ഡു പ്ലേ എന്നായി മാറും. എന്നിട്ട് ആ ഡു എന്നുള്ള വാക്കിനെ സെന്റൻസിന്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. ഉദാഹരണത്തിന് ദേ പ്ലേ ക്രിക്കറ്റ് എവറിഡേ എന്ന് പറയുന്ന ഒരു ഉദാഹരണം നോക്കാം. ഇതിൽ പ്ലേ എന്ന് പറയുന്നതാണ് വെർബ്. ആ വെർബിന്റെ അകത്ത് യെസ് ഇല്ലാത്ത ഫോമാണ്. അതുകൊണ്ട് അതിനെ പിരിച്ചെഴുതുമ്പോൾ ദേ ഡു പ്ലേ ക്രിക്കറ്റ് എവറിഡേ എന്നായി മാറും. ഇനി ഇതിനെ ചോദ്യ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഡു എന്ന വാക്കിനെ സെന്റൻസിന്റെ ആദ്യത്തിലേക്ക് കൊണ്ടുവരിക. ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറിഡേ എന്നായി മാറും. അപ്പൊ അതിന്റെ അർത്ഥം അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നായി മാറും. ഇനി വെർബിന്റെ അകത്ത് യെസ് ഉള്ള ഫോമിന്റെ ഉദാഹരണം നോക്കാം. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറിഡേ എന്നാണെങ്കിൽ അതിൽ പ്ലേ എന്ന വാക്കിൽ എസ് ഉണ്ട്. അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റാൻ ആദ്യം അതിനെ തിരിച്ചെഴുതുക. അപ്പം ഇങ്ങനെയായി മാറും, ഹി ഡസ് പ്ലേ ക്രിക്കറ്റ് എവറിഡേ എന്നായി മാറും. ഇതിനെ ചോദ്യമാക്കി മാറ്റാൻ വേണ്ടി ഡസ് എന്ന വാക്കിനെ സെന്റൻസിന്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എവറിഡേ എന്നായിട്ട് ചോദ്യം മാറും. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നിർമ്മിക്കാമെന്ന് മനസ്സിലായി.